ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ മിഷൻ വായിലുകളിൽ 3 പതിറ്റാണ്ടുകാലം സുവിശേഷം വെളിച്ചം പകർന്ന ഇറ്റാലിയൻ സലേഷ്യൻ മിഷണറി ഫാദർ കോൺസ്റ്റന്റീനോ വെൻഡ്രാമെ ഇനി ധന്യൻ. ഇത് സംബന്ധിച്ച് വത്തിക്കാൻ തിരുസംഘത്തിന്റെ ഡിക്രി മെയ് 22-ന് ലിയോ 14 പാപ്പ അംഗീകാരം നൽകി. മേഘാലയയിലെ കാസി വംശജരുടെ ഇടയിൽ ദീർഘകാലം സേവനം ചെയ്ത അദ്ദേഹം കാസി വംശജരുടെ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മേഘാലയയിലെയും അസമിലെയും ദുർഘടമായ ഉൾഗ്രാമങ്ങളിലേക്ക് കാൽനടയായി യാത്ര ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. തമിഴ്നാട്ടിലും അദ്ദേഹം കുറച്ചുകാലം മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 1893-ൽ ഇറ്റലിയിലെ ട്രവീസോ പ്രവിശ്യയിൽ ജനിച്ച ഫാദർ വെൻഡ്രാമെ ആദ്യം ചെനയുടെ രൂപതാ സെമിനാരിയിൽ ചേരുകയും 4 വർഷത്തിന് ശേഷം മിഷണറി ആകണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ സലേഷൻ സഭയിൽ ചേരുകയുമായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1924 മാർച്ച് 15-ന് ഇറ്റലിയിലെ മിലാനിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. അതേ വർഷം ഡിസംബർ 24-ന് മേഘാലയയിലെ ഷില്ലോങ്ങിൽ മിഷണറിയായി എത്തിച്ചേർന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഇന്ത്യയായിരുന്നു. ഇറ്റാലിയൻ പൗരനായിരുന്നതിനാൽ 2-ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അദ്ദേഹത്തെ തടവിലാക്കി. രാജസ്ഥാനിലെ ദിയോലി, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ എന്നിവിടങ്ങളിലെ തടങ്കൽ പാളയങ്ങളിൽ അദ്ദേഹത്തിന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കഠിനമായ ആർത്രൈറ്റിസ് അദ്ദേഹത്തെ ഏറെ കഷ്ടപ്പെടുത്തിയിരുന്നു. സലേഷ്യൻ സഭയുടെ സ്ഥാപകനായ മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ തിരുനാളിന്റെ തലേന്ന് 1957 ജനുവരി 30-ന് അസമിലെ ദിബ്രുഗഡിൽ വെച്ച് 63-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി യാത്രയായി. ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇതര മതസ്ഥരും ജീവിതകാലത്ത് അദ്ദേഹത്തെ ഒരു ദൈവപുരുഷനായിട്ടായിരുന്നു കണ്ടിരുന്നത്. സലേഷ്യൻ സഭയുടെ കീഴിലുള്ള ഷില്ലോങ്ങിലെ തിയോളജിക്കൽ കോളേജിലാണ് ഫാദർ കോൺസ്റ്റന്റീനോ വെൻഡ്രാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്.